ഇപ്പൊ എത്ര വയസ്സുണ്ട്? അറിയത്തില്ല. വയസ്സൊന്നും അറിയത്തില്ല. ആധാർ കാർഡൊക്കെ ഉണ്ടോ? ഇല്ല. ID കാർഡ് ഒന്നുമില്ല. ഒരു രേഖയുമില്ല. ഫോറസ്റ്റിന്റെ കയ്യില് നിങ്ങളുടെ അല്ലെ അവര് കൊല്ലം തോരം മാസം വരെ എടുത്ത് കൊടുക്കുന്നൊക്കെ തന്നെയാ. അതല്ലേ ഇതൊക്കെ എന്നാവും എപ്പോ ആവുന്നൊന്നും നമുക്ക് അറിഞ്ഞോടാ. എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ആഴ്ച മീൻ പിടിച്ചോ? പോയി കഴിഞ്ഞ മീനെ പിടിച്ചോ? ഇല്ല, ഞാൻ പോയി ഞാറിന്റെ അടുത്തായിരുന്നു, പക്ഷെ ഇറങ്ങിയൊന്നും പോയില്ല. ഇല്ല. ഞാൻ ഇന്നലെ പിന്നെ കയറി വരുന്നത്. ഞാൻ 2-3 വർഷമായിട്ട് വന്നിട്ടില്ല. അതല്ലേ. അന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ വരുന്നത്? ഇനി 15-ാം തീയതി വരെ ഉണ്ട് ഞാനിവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ കട മാറും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്കില്ലല്ലോ. ഇനിയിപ്പോ നമ്മള് ശാരംകുത്തിയില്ല ഇവിടെ. അത് കഴിയുമ്പോ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ എന്നെ കാണണമെന്നുണ്ടെ നമ്മുടെ ആ ഫോറസ്റ്റിന്റെ മേളിൽ നീല ഷീറ്റ് ഇട്ട ബിൽഡിംഗില്ലേ, അവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. അവിടെ വന്ന് അന്വേഷിക്കുമ്പോ അവിടെ വന്ന് അന്വേഷിച്ചാൽ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ മതി. അവര് പറഞ്ഞുതരും. ബീഡിയൊക്കെ വലിക്കുവോ? ഇല്ല, മുറുക്കുന്ന ഇഷ്ടമാ. ബ്രാൻഡി കഴിക്കത്തില്ല. ഓ, വെളിയിലെല്ലാം പബ്ലിസിറ്റി നിങ്ങൾക്ക് ചാരായം കുടിക്കാന്നാ പറയുന്നത്. കാട്ടി താമസിക്കുന്നവർ ആൾക്കാർ, വെളിയിലുള്ള ആൾക്കാർ പറയുന്നേ ചാരായം കാച്ചി കുടിക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് ഒരു കണക്കുകൂട്ടലുമില്ല. അമ്മയ്ക്കും അറിയത്തില്ല. ഞാൻ കാണുന്ന കാലം മുതൽ ഇങ്ങനെ തന്നെ ഇരിക്കുക. ചേട്ടനും അതെ. നിങ്ങളിവിടെ കല്ലാറ്റി താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? പൊന്നമ്പല വീടിന്റെ അവിടെ ഇവിടെ ഉണ്ടായതാ. ഞാന് കാണുന്ന ഒരു 17 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അന്നും ഇങ്ങനെ തന്നെ ഇരിക്കുക. വീട് സ്ഥലമൊക്കെ വാങ്ങിച്ചു തരാൻ ഒക്കെ ആൾക്കാർ ഓഫർ വന്നിട്ടുണ്ട്. മേടിച്ചെന്ന് അവിടെ വന്ന് താമസിക്കുമോ? ഒരുപാട് സിറ്റിയിലെങ്കിലൊക്കെ പോയി താമസിക്കും. ആണോ? ഇഷ്ടമാ. കല്യാണമൊക്കെ കഴിക്കണ്ടേ? ചേട്ടൻ കല്യാണം കഴിച്ചോ? ഇല്ല. മൂത്ത ചേട്ടൻ മാത്രം ചാലക്കയത്ത് പോയി. നല്ല കുന്തിരിക്കോ അല്ലേ? അന്ന് കൊണ്ടുപോയി കുന്തിരിക്കോ ആർക്ക് കൊടുത്തു? മരാമത്തില. ബ്രഷ് വേണോ? അല്ലേ, കുഴപ്പമില്ല, ഞാൻ തരാം. ബ്രഷ് എടുത്തു. ബ്രഷ് വേറെ എണ്ണ വേണോ? ഇത് നമ്മള് തലേ ഞാൻ പോകുമ്പോഴേ എത്ര സോപ്പ് വേണേലും എടുത്തോളൂ. ഞാൻ വേറെ എന്താ സാധനം വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വരുമ്പോ, ഞാൻ നാളെ പോയിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് ഇവിടെ വെക്കാം കേട്ടോ. പിന്നെ ഇത് തലേ തേക്കാനോ കൊള്ളത്തുള്ള വെളിച്ചെണ്ണ. അത് പിന്നെ ബ്രഷുണ്ട്. ആന്നല്ലേ? സോപ്പ് തരാം. തുണി നനയ്ക്കുന്ന സോപ്പ് വേണോ? നമ്മള് പിന്നെ ആരോടെങ്കിലും ചോദിച്ചു വാങ്ങുന്നില്ലല്ലോ, തെരഞ്ഞു കൊണ്ടുപോകുന്നല്ലാതെ. കാപ്പി ഇഷ്ടപ്പെട്ടോ? കാപ്പി ഇഷ്ടപ്പെട്ടോ? അതെ. വീട്ടിലെന്താ ഉണ്ടാക്കുന്ന? കാപ്പിയോ ചായ?
പ്രത്യേകിച്ച് ഒന്നും പറ്റത്തില്ല. ഇപ്പൊ 2 ദിവസവും ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് മാത്രമായിരിക്കും. ആണല്ലേ? അങ്ങനെ കാലം അങ്ങനെ അവിടെ അങ്ങനെ പ്രത്യേകത കട്ടൻ കാപ്പി കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ പഞ്ചാര ഇട്ട് ഉപയോഗിക്കൂല. ഇല്ല, വെറും കട്ടൻ മാത്രം. പഞ്ചാര എന്താ ഉപയോഗിക്കാത്ത? അങ്ങനെ ആരും ഉപയോഗിക്കൂല. ഇല്ല, വലിയ ഇഷ്ടമല്ലാത്തൊരു കാര്യം അതുകൊണ്ടായിരിക്കും. ആണല്ലേ? നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും കട്ടന്റെ ഈ കുടി മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ ഈ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത്. ഇവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ. നല്ല വില ആണല്ലേ? അവിടെ തന്നാലും ചിലപ്പോ അങ്ങോട്ട് പോകത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട നമ്മളെന്തിനാ വേണ്ട. അല്ല മുളക് പൊടി, കാപ്പിപ്പൊടി, തേവല വേണ്ടേ? കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരും കട്ടനല്ലേ കൂടി. കാപ്പിപ്പൊടി വേണോ? കാപ്പിപ്പൊടി ഉപയോഗിക്കും. തേവല വേണ്ട. വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ അതാകുമ്പം സമ്മർദ്ദമല്ലേ, നമ്മള് മധുരം അതിന്റെ ചുവ ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടമല്ലേ? ഓ, അന്ന് എപ്പോ തിരിച്ചു പോയായിരുന്നു? ഞാൻ അറിഞ്ഞൂടെ, സമയം അറിയത്തില്ലല്ലേ? നിങ്ങൾ സമയമൊക്കെ അന്നേരം എങ്ങനെ അറിയുന്നത്? വലിയ പാടാ. ആന്നല്ലേ? സമയമൊന്നും നമുക്കില്ല. സമയമൊന്നും നമുക്കില്ല. ഇരുട്ടുന്നേം വിളക്കുന്ന സമയം. അതെ, വീട്ടിൽ പോയ സമയം പോയെന്നാണ്. ആ കുന്തിരിക്കൊന്ന് എടുത്ത് ഇവിടെ വെച്ചേ, നോക്കട്ടെ, ആൾക്കാർ കാണട്ടെ. കുന്തിരിക്കത്തിന് ഓർഡർ വരുവാണല്ലേ? എന്നാടാ? ഇല്ല, ഇതേ ഈ തണുപ്പ് മയം കൊള്ളുന്നുണ്ടാ. ആന്നല്ലേ?